കൊല്ലു ഞാൻ അന്ന് വേണമെങ്കിൽ എന്ത് വേണ്ടെന്ന് പറഞ്ഞേ ഈ കാണത്തില്ലാന്നോ ഈ കാണത്തില്ലാണ്ട് എന്നെ കൂടെ പറമ്പിനെ പോലെ അന്ന് നമ്മുടെ കേറ്റി പാർപ്പിച്ചേ പാർപ്പിച്ച കാര്യം പറയണ്ട പാർപ്പിച്ച കാര്യം പറയണ എന്നെ കുണ്ടി ചാടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞാനാണ് ഒരു കാര്യം ഞാൻ പറയാ കണ്ട ഈ വരട ഇപ്പുറത്തേക്ക് എന്റെ കാരൻ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൊല്ലും ഞാൻ കൊന്നു കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് എന്നെ നിന്റെ വേഷങ്ങട്ട് പെണ്ണുങ്ങൾ സമയത്ത് എന്റെ കോടല് നമുക്ക് ഇതിന് വലിയ വർത്താനം പറയണ എന്നോടാ കളിക്കാൻ പറഞ്ഞ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കത്തിക്കളി കയ്യാൻ കഴിയാവൂന്ന് ആരും കരുതിയില്ല. രണ്ടും കൂടെ എന്റെ മക്കളെ കൊലക്ക് കൊടുക്കുവോ? ആർക്കാരും ഇത്ര നിർബന്ധം രണ്ടിനെയും കൂടെ തമ്മിലടിപ്പിക്കാൻ? രണ്ടിലൊന്നും തീരുമെന്ന് ഉറപ്പായില്ലേ? അമ്മ എന്നെ വിളിക്കരുത്. ഉള്ള സമാധാനം പോയില്ലേ എനിക്ക്? ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്നോട് നീ ക്ഷമിക്ക്. നീ ഇപ്പൊ ക്ഷമ ചോദിച്ചിട്ട് എന്തിനാ? ഓരങ്ങനെ വിട്ടേ ശരിയാവില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണോ? നമുക്ക് ജോസൂട്ടീനെ വിളിച്ചാലോ? ജോസൂട്ടീനോട് പറയാ മൂപ്പരിക്കാവുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ കേട്ടിടത്തോളം ഗൗരവമുള്ള കാര്യമാണ്. വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നും പറഞ്ഞാൽ രണ്ടാളും നടക്കുന്നത്. ഞാൻ എന്നെ കൊണ്ട് ആയത് പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഇവര് ഇനി ആയുസിലും മിണ്ടൂല എന്നാ പറയണത്. അയ്യോ അങ്ങനെ പറയില്ല. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്ക്. എന്ത് വഴി ഉണ്ടാക്കാനാണ്? മല്ലിക ചോദിച്ചു വന്നപ്പോ ഇത്തിരി ഉള്ളി അങ്ങോട്ട് എടുത്തു കൊടുത്താൽ തീരേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ. നിനക്ക് വാസൂട്ടീന് അങ്ങനെ എരിവിരി കയറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ എത്ര ആളെന്ന് വെച്ചാൽ ആ ചായപ്പിൽ കിടക്കുന്നത് അതോർത്ത് ഞാനൊന്ന് പറഞ്ഞു പോയതാ. പറഞ്ഞു പോയത് ഇപ്പൊ കൂടപ്പറപ്പുകൾ തമ്മിൽ വാക്കത്തിയും പിച്ചാത്തി എടുത്തപ്പോ സമാധാനം ഇല്ല നിങ്ങൾക്ക്? ഇനി അതന്നെ പറയണ എന്തിനാ? എന്നെ പറയണ്ടേ? ഞാനിപ്പോ എന്താ ചെയ്യണ ഇതില്? എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? ആലോചിച്ചിട്ട് അതേ മുള്ളോണ്ട് തന്നെ എടുക്കേണ്ടി വരും. എന്ത് മുള്ള്? ആ മുള്ളല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണത്. നമ്മുടെ വാസൂട്ടിയുടെ ഉള്ളിലൊരു മുള്ള് കിടപ്പില്ല, ആ സിദ്ധം പറഞ്ഞു കൊടുത്തത്. പരീക്കുട്ടിയുടെ കൂടി നടക്കണോണ്ടാണ് നിങ്ങൾക്ക് മേൽഗതി ഇല്ലാത്തതെന്ന്. അത് നമുക്ക് തിരിച്ചൊരു നമ്പർ ഇറക്കി പൊളിക്കാന്ന്. എന്ത് നമ്പർ? റസിയ, ഞാനൊരു കൈ നോക്കണ ആളെ കൊണ്ട് അവിടെ വരും. അപ്പം മല്ലിക നിർബന്ധിച്ച് വാസൂട്ടീനെ അയാളെ കൊണ്ട് കൈ നോക്കിക്കണം. അയാൾ പറയണത് കേട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് പഴയതിലും സ്നേഹത്തോടെ അവർ ജീവിച്ചോളും. അതെങ്ങനെ? ഞാൻ പറഞ്ഞു വിടുന്ന ആളല്ലേ കൈ നോക്കാൻ പറ്റുന്ന. ആ ജാതി തള്ളേ അവൻ തള്ളുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറി ക്ലിയർ ആയിക്കോളും. പോയിക്കോ. എന്നാ പിന്നെ വേഗം വരാൻ പറയും. വേഗം വരാൻ പറഞ്ഞ് എനിക്ക് കാശ് ചെലവുണ്ട്. കോസ്റ്റ്യൂം വാടക എടുക്കണം, ആർട്ടിസ്റ്റ് വേണം, സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഈ തത്തമ്മ വേണം. തത്തമ്മ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാശ് ചെലവാകും. അയ്യോ എന്നാ വേണ്ട. എന്നാ തത്തമ്മ ഇല്ലാത്ത കൈനോട്ടക്കാരൻ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എത്ര രൂപ വേണ്ടി വരുമായിരിക്കും? ഒരു 10,000-6,000 രൂപ വേണ്ടി വരും. അയ്യോ, പൈസ ഇല്ലെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നാ ഞാൻ പണയം വെച്ചെടുത്തോളാം. വേണ്ട, കായ് ഞാൻ തരാം. ആ എന്നാ പോയിക്കോ. ഞാൻ നാളെ രാവിലെ കൈ നോക്കണ ആളായിട്ട് അങ്ങോട്ട് വരാം. ഉറപ്പായിട്ടും വരുമോ? വരാ. എന്നിട്ട് ഇതൊക്കെ ശരിയായി കഴിയുമ്പോ ഇത് യോസൂട്ടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് എന്റെ മാനം കളയരുത്. എന്നാ പോയിക്കോ. മുങ്ങരുത്. ഇല്ലാന്ന് ഒരു കാര്യം ഏറ്റെടുത്താ ഏറ്റതാണ്. ധൈര്യമായിട്ട് പോ. നേരം വെളുത്തപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് കയറുന്ന ഒരു കോളായിട്ട് വന്നിട്ടുണ്ട്.